ഏഷ്യാനെറ്റ് ന്യൂസിലെ കവർ സ്റ്റോറിയിൽ സിന്ധു സൂര്യകുമാറിന്റെ സ്വന്തം പ്രോഗ്രാം ആണല്ലോ അത്. അതിൽ സിന്ധു സൂര്യകുമാർ ആന്റോ അഗസ്റ്റിനെതിരെ ഒരു വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട്. സാറ് കണ്ടിട്ടുണ്ടാവും. 1 കോടിയൊന്നും വേണ്ട, ആ രേഖയൊക്കെ പുറത്തു വിടാനാണ് സിന്ധു സൂര്യകുമാർ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇതിന് പിന്നിൽ? അത്തരത്തിൽ ഒരു ഒരു മാധ്യമ സ്ഥാപനമാണ് മറ്റൊരു മാധ്യമ സ്ഥാപനത്തിന്റെ മുതലാളിക്കെതിരെ ഈ ഒരു വെല്ലുവിളി ഉയർത്തുന്നത്. ഇപ്പോ നമ്മൾ പറയല്ലോ, ഒരേ പാതയിൽ പോകുന്നവരാവുമ്പോ ചില ഒരു ഐക്യപ്പെടൽ ഉണ്ടാകാറുണ്ട്. ഈ കാര്യത്തിൽ റിപ്പോർട്ടറിനോട് യാതൊരു തരത്തിലുള്ള ഐക്യപ്പെടൽ ഒരു മാധ്യമവും പുലർത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന് പിന്നാലെയാണ് സിന്ധു സൂര്യകുമാറിന്റെ ഈ ഒരു വെല്ലുവിളി കൂടി വരുന്നത്. ഈ വെല്ലുവിളി ആന്റോ അഗസ്റ്റിനെ ഏറ്റെടുക്കുമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അല്ല, ഇത് താങ്കൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലേ ഇതില് സിന്ധു സൂര്യകുമാറിന്റെ തല്ലും തലോടലും ഉണ്ട്, ആണ്. രണ്ടും ഉണ്ട്. സിന്ധു സൂര്യകുമാർ പറയുന്നത് ഈ കവർ സ്റ്റോറി വളരെ കൃത്യമായി കണ്ടാൽ അതിന്റെ ലാസ്റ്റ് പറയുന്നത് മറ്റേ ഏറ്റവും കവർ സ്റ്റോറിയുടെ മെയിൻ പാർട്ട് ഇതാണ് കേട്ടോ. ലാസ്റ്റ് പാർട്ട് ചെറിയൊരു കാര്യത്തിന് വേണ്ടി മറ്റേ MDMA കേസിന് വേണ്ടി ഒരു മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് അതൊക്കെ പ്രധാനപ്പെട്ട കേസല്ലല്ലോ. ആന്റോയെ പിടിക്കുക, അതാണ്. അപ്പൊ ആന്റോയ്ക്ക് ഇപ്പൊ എതിരെ പറയുന്നത് ആന്റോ ഇതിൽ നിന്നൊക്കെ കുറ്റവിമുക്തനാക്കപ്പെട്ട് പുറത്തേക്ക് വരട്ടെ, എങ്കിൽ മാധ്യമരംഗത്തെ വിശ്വാസ്യത കുറച്ചെങ്കിലും നിലനിൽക്കും, അതാണ് നല്ലതെന്നാണ്. എന്ന് പറഞ്ഞാൽ ചെറിയൊരു തലോടൽ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. പക്ഷെ സിന്ധുവിനെ സംബന്ധിച്ച് സിന്ധു പറയുന്ന ചില കാര്യങ്ങൾക്ക് അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. ഉദാഹരണത്തിന് സിന്ധു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ CPM-നോടൊപ്പം നിന്നതുകൊണ്ട് ആന്റോ അഗസ്റ്റിൻ വിമർശിക്കപ്പെട്ടിട്ടില്ല. യഥാർത്ഥത്തിൽ CPM-നൊപ്പം നിന്നുകൊണ്ട് മാത്രമാണ് എന്ത് ചെയ്തേക്കണത്, വിമർശിക്കപ്പെട്ടേക്കണത്. അത് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണമല്ലോ സിന്ധു. ബാക്കി പ്രോഗ്രാം ഒക്കെ അസലാണ്, കുഴപ്പമൊന്നുമില്ല. ദൈവം ഇത്രയും സൗന്ദര്യം, ജനാധിപത്യത്തിന് ഇത്രയും വലിയ സൗന്ദര്യം കോൺഗ്രസിന് കൊടുക്കില്ല എന്ന് പറഞ്ഞ പ്രോഗ്രാം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇപ്പൊ ഏഷ്യാന്റെ നിലപാട് അതാണ്, അതുകൊണ്ട് പറയാൻ പറ്റില്ലായിരിക്കും. പക്ഷെ എങ്കിലും എന്താണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആളാണ് സിന്ധു. വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിച്ചിട്ടാണ് കവർ സ്റ്റോറി പറയുന്നത്. സത്യത്തിൽ അത് അവരുടെ എഡിറ്റോറിയലാണ്. നമ്മളിപ്പോ ഒരു പത്രത്തിന്റെ എഡിറ്റോറിയൽ എന്ന് പറയുന്ന പോലെ അവരുടെ ഏഷ്യാന്റെ എഡിറ്റോറിയലാണ്. അപ്പൊ ഇതിൽ അടുത്ത കാര്യം പുള്ളിക്കാരൻ പറയുന്നുണ്ട്, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടത്. അതെന്താ വെച്ചാൽ 1 കോടി വാഗ്ദാനം, അതുപോലെ സംവാദം നടത്തി വിജയിക്കുന്നവർക്ക് എന്നൊക്കെ പറയുന്നത്. അങ്ങനെയല്ല പറഞ്ഞേക്കണം. അത് ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വളച്ചതാണ്. അതങ്ങനെ പറയരുത്. ഉള്ള കാര്യം നമ്മളൊക്കെ ഇവിടെ ഉണ്ട്, ചെറിയ ബോധമുള്ള ആളുകളുണ്ട്. എല്ലാവരും ഏഷ്യാനെറ്റ് അങ്ങനെ തന്നെ പറയുന്ന കാര്യം തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ആളുകൾ അല്ല. അപ്പൊ അതുകൊണ്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ 1 കോടി വാഗ്ദാനം പറഞ്ഞേക്കണത് 6 കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ആ 6 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം തെളിയിച്ചാലാണ്. ആ 6 കാര്യങ്ങളും നിങ്ങളടക്കമുള്ള പല മാധ്യമങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുന്ന 6 വാർത്തകളാണ്. അപ്പൊ അതിൽ ഏറ്റവും ആദ്യം മനോരമയും പിന്നെ ഏഷ്യാനെറ്റും ഒക്കെ ചുക്കാൻ പിടിക്കുന്നുണ്ട്. അതിന് കുഴപ്പമൊന്നുമില്ല, അപ്പൊ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് പറഞ്ഞേക്കണത്. അതിൽ ഏതെങ്കിലും വാഗ്ദാനം നിങ്ങൾ തെളിയിച്ചാൽ എന്ത് ചെയ്യാം, 1 കോടി രൂപ അതാണ് ഇല്ല അതിൽ പറഞ്ഞേക്കണത്. പിന്നെ രണ്ടാമത്തെ കാര്യമാണ് പറഞ്ഞേക്കണത്, ഞാൻ ഈ അടുത്ത 48 മണിക്കൂറിനകം ലൈവായി അൺഎഡിറ്റഡ് ആയിട്ടൊരു സംവാദത്തിന് തയ്യാറാണെന്നാണ് പറഞ്ഞേക്കണം. ശരിക്കും അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം പ്രജിത് ഒരു മാധ്യമം വെച്ചോണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ രതീഷ് ചക്രപാണി ഇവിടെ ഇരുന്ന ഒരാളെ കുറിച്ച് കുഴപ്പം പറയുന്നു. അപ്പൊ അയാൾ വിളിച്ചിട്ട് പറയും, ഞാൻ രതീഷ് ചക്രപാണിയുമായിട്ട് ഒരു സംവാദത്തിന് തയ്യാറാണെന്ന് പറഞ്ഞാൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുന്ന ഒരാള്, ഞാൻ പറഞ്ഞ X ആയിക്കോട്ടെ Y ആയിക്കോട്ടെ ഏതും ആയിക്കോട്ടെ, മാധ്യമ പ്രവർത്തകന്റെ ഒരു ധാർമ്മികത എന്ന് പറയുന്ന, ഒരു എത്തിക്കൽ മൊറാലിറ്റി എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, അയാൾ മറ്റവനെ കൂടി കേൾക്കണമെന്നാണ്. ഇവരാരും പുള്ളിനോട് വിളിച്ച് ഇതവരെ ചോദിച്ചിട്ടില്ല, അതവിടെ നിൽക്കട്ടെ. ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, ഞാൻ 2 സൈഡും കേട്ടിട്ടുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ വിളിച്ച് ചോദിച്ചിട്ടില്ല. ചോദിക്കാത്ത ഒരാൾ പറയുന്നു, ഞാൻ നിങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് വരാം, നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. ഇനി അതല്ലെങ്കിൽ അദ്ദേഹം മറ്റൊരു വാദവും കൂടി പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നറിയാമോ, ഇല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനൽ സ്റ്റുഡിയോയിലേക്ക് ഒരു നമ്മൾ റെഡിയാണെന്നാണ്. ഇനി ഇവരുടെ ഇലക്ട്രിസിറ്റി ബില്ലും കാശും ഒക്കെ പോകുന്നതാണെങ്കിൽ ഇനി അത് വേണ്ട. ഇനി ഇയാൾ വന്നിട്ട് വല്ല വെള്ളം കൊടുക്കണോ ചായ കൊടുക്കണോ, ആ കാശ് പോകുന്നതാണെങ്കിൽ അതും വേണ്ട. പകരം പുള്ളി പറഞ്ഞ റിപ്പോർട്ടർ ചാനലിലേക്ക് വരുന്നതാണ്. അപ്പൊ ഈ സംവാദമായിട്ട് എടുക്കണം, അല്ലാതെ ഇങ്ങനെ വളഞ്ഞെന്ത് ചെയ്യരുത്. പ്രത്യേകിച്ച് ഞാനൊരു പ്രേക്ഷകനാണ്, അത്രയും സിന്ധു വിചാരിച്ചാൽ മതി, മനസ്സിലായ. പ്രത്യേകിച്ച് സിന്ധുവിനെ പോലെ ആള് എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിട്ടൊക്കെ വന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. കാരണം പ്രത്യേകിച്ച് ഒരു വനിത, പിന്നെ സാധാരണ വനിതകളൊക്കെ ഈ പൊളിറ്റിക്സ് അത്ര ആഴത്തിലേക്ക് എന്ത് ചെയ്യാറില്ല, പോകാറില്ല. പകരം നല്ല ഭംഗിയായിട്ടും രസകരമായിട്ടും ഒക്കെ ഒന്ന് വാർത്ത എന്ത് ചെയ്യും, ബ്ലാ ബ്ലാ എന്ന് പറഞ്ഞ് വായിച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത്. സിന്ധു അങ്ങനെയല്ല. അപ്പൊ സിന്ധുവിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടി ഒരു നീതി പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇരിക്കുന്നത് ഏഷ്യാനെറ്റിലായതുകൊണ്ട് അവരുടെ പോളിസി അനുസരിച്ച് ചിലപ്പോൾ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്ത് ചെയ്തു. അതാണെങ്കിൽ പരിഭവമില്ല. കാരണം ഇപ്പൊ സിന്ധു നാളെ ജോലി കളഞ്ഞിട്ട് അപ്പുറത്ത് പോയി നിൽക്കണമെന്നൊക്കെ നമുക്ക് പറയും. അത്ര വലിയ ആദർശമൊന്നും എന്ത് ചെയ്യില്ലല്ലോ, ആരും പിടിക്കൂല്ലോ. ഇപ്പൊ 3 ലക്ഷം 4 ലക്ഷം കിട്ടുന്ന ജോലി എന്ത് ചെയ്തിട്ട്
അതെ. കളഞ്ഞിട്ടൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം ഇത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇനി സിന്ധു എന്റെ അടുത്ത് മറ്റൊരു കാര്യം ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞൊരു വാചകം സിന്ധു അങ്ങോട്ട് വിഴുങ്ങിയിട്ടാണ് ഇത് പറഞ്ഞേക്കണം. സിന്ധു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ആൻഡോയ്ക്ക് വളരെ ന്യായമായി ഉന്നയിച്ചിട്ടുള്ള ആൻഡോ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ആ കാര്യം എന്ന് വെച്ചാൽ ഒരു നോൺ ഡിസ്ക്ലോസർ എഗ്രിമെന്റ് ഉണ്ട് എന്നുള്ളതാണ്. എഗ്രിമെന്റിൽ, അതായത് എല്ലാ എഗ്രിമെന്റിലും ചില എഗ്രിമെന്റിൽ ഇത് പുറത്തേക്ക് നിങ്ങൾ വിടരുത് എന്ന് പറയുന്ന ഒരു ക്ലോസ് ഉണ്ടാവാറുണ്ട്. ആ ക്ലോസ് ഇതിനകത്ത് ഉണ്ട് എന്നാണ് ആൻഡോ എന്നോട് പറഞ്ഞത്. നോൺ ഡിസ്ക്ലോസർ എഗ്രിമെന്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഈ പറയുന്ന പോലെ നോൺ ഡിസ്ക്ലോസർ ആയിട്ടുള്ള ഒരു കാര്യം ഡിസ്ക്ലോസ് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു കാര്യം എഗ്രിമെന്റിൽ ഉണ്ടെങ്കിൽ അത് വിടാൻ പറ്റില്ല. വിടാൻ പറ്റാത്തതിന്റെ കാര്യം എന്താ? ഇപ്പൊ കളി നടന്നു, ഇതെല്ലാം കഴിഞ്ഞു, മെസ്സി വന്ന് കളിച്ചിട്ട് വേണമെങ്കിൽ പുള്ളിക്ക് അത് വിടുന്നതിന് കുഴപ്പമില്ല. ഇതിപ്പോ പുള്ളിയുടെ 126 കോടി രൂപ അവിടെ കിടക്കണേ, അത് തിരിച്ചു കിട്ടാൻ വേണ്ടി ആർബിട്രേഷനിൽ പോയണേ. അപ്പൊ ഇത് വിട്ടില്ലെങ്കിൽ എന്തുണ്ട്? ഇത് വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അവിടെ ന്യായീകരിക്കാം, ഇത് നോൺ ഡിസ്ക്ലോഷർ ആയിരുന്നു, പക്ഷെ അതെന്ത് ചെയ്തു, നിങ്ങൾ ഡിസ്ക്ലോസ് ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ഡാമേജ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ പിന്നെയും കാശ് എന്ത് ചെയ്യും, ഇവരാരും കൊണ്ടൊന്നും കൊടുക്കൂലല്ലോ. അപ്പൊ അത് ന്യായമായിട്ടുള്ള കാര്യമാണ്. 126 കോടി ചെറുതുമല്ല. അപ്പൊ സിന്ധു പറയുന്നത് വെച്ചാൽ അതല്ലേ ഹീറോയിസം എന്നാണ്. ഇങ്ങനെ ഈ വെല്ലുവിളിയുടെയോ സംവാദത്തിന്റെയോ ഒന്നും ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതിനെ ഭയക്കണേന്തിനാണ്? ഒന്നുമില്ലെങ്കിൽ ഒരു സംവാദമല്ലേ, അത് നല്ല കാര്യമല്ലേ, അത് ഭയക്കേണ്ട കാര്യമില്ല. അപ്പൊ രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യൂ, അതല്ലേ ഹീറോയിസം എന്നാണ് എന്ത് ചെയ്യുന്നത് വിചാരിക്കുന്നത്. ഞാൻ ചലഞ്ച് ചെയ്യുന്നു, സിന്ധു കൊണ്ട് പോവാ, നമുക്ക് എന്ത് ചെയ്യാം, സംവാദത്തിന് എന്ത് ചെയ്യാതിരിക്കാം. സിന്ധു അൺഎഡിറ്റഡ് ആയിട്ട് എന്ത് ചെയ്യാം, അൺഎഡിറ്റഡ് ആയിട്ട് നമ്മൾ കൊടുക്കാം. ഇനി പുള്ളിക്കാരി വരുന്നതിന്റെ എന്ത് ചെയ്യാം, എക്സ്പെൻസസ് നമ്മൾ വേറെ ചെയ്യാം. അതായത് തിരുവനന്തപുരത്ത് നിന്ന് എന്ത് ചെയ്യണം, നമ്മൾ പറയുന്നത്. ഇനി അല്ലെങ്കിൽ പുള്ളിക്കാരി പറയുന്ന സ്റ്റുഡിയോ, പുള്ളിക്കാരി അറേഞ്ച് ചെയ്തിട്ടുള്ള പോഡ്കാസ്റ്റ് റൂമോ ആ സ്റ്റുഡിയോയിലൊക്കെ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്തു, നമ്മൾ വരാന്നേ, നമ്മളെ ചർച്ചയ്ക്ക് എന്ത് ചെയ്യും, വിളിക്കും. പിന്നെ സിന്ധുവിനോട് എനിക്ക് പറയാനുള്ള സ്നേഹബുദ്ധിയെ പറയാനുള്ള ഒരു കാര്യം, എനിക്ക് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനൽ നിലനിൽക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. അതിനൊന്നും തെറ്റില്ല, കാരണം വളരെ നിഷ്പക്ഷമായി നിന്നിരുന്നു എന്ന് തോന്നിയ ഒരു ചാനലാണ് ഏഷ്യാനെറ്റ്. പക്ഷെ കുറെ കാലമായിട്ട് പിണറായി വിരുദ്ധ ഹിസ്റ്റീരിയ ബാധിച്ചിട്ട് രാത്രിയുള്ള ചർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള 2-3 പേരെ ഡെയിലി എന്ത് ചെയ്യും, 8 മണിക്ക് ക്യാരംസ് കളിക്കാനും ചീട്ട് കളിക്കാനും ഒക്കെ വന്ന പോലെ കറക്റ്റ് അവർ 3 പേരും വരും. എനിക്ക് വേണ്ട അവരെ ഇനി വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവരെല്ലാ ദിവസവും കൃത്യമായിട്ട് വരും. വന്നിട്ട് എന്ത് ചെയ്യും, ഇന്നിപ്പോ ഏതാന്ന് ചോദിക്കുമ്പോൾ പിണറായി തന്നെ അല്ല, ഇപ്പൊ നമ്മളെന്താന്ന് പറഞ്ഞാൽ കുറെ ചീത്താക്കാട് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, എണീറ്റ് പോകുന്ന പരിപാടിയാണ്. അത് നിങ്ങൾ നിർത്തി, നിങ്ങൾ ലോജിക്കലി കാര്യങ്ങൾ എന്ത് ചെയ്യും, പ്രസന്റ് ചെയ്യും. നിങ്ങൾ അപ്പുറത്തെ സൈഡ് കേൾക്കാൻ ഒരാളെങ്കിലും വിളിച്ചിരുന്നു. അപ്പൊ ചിലർ പറയുന്നത് CPM-ന്റെ സൈഡ് പറയാൻ ആളില്ല എന്നാണ്. ഞാൻ പറയാം, CPM-ന്റെ ഔദ്യോഗിക സൈഡ് എനിക്ക് പറയാൻ പറ്റില്ല, ഇടതുപക്ഷത്തിന്റെയും അതുപോലെ ഡിസെൻഡിങ് ആയിട്ടുള്ള ഒരു നോട്ട് എന്ത് ചെയ്യാം, പറയാം. ഞാൻ പറഞ്ഞ എന്നെ വിട്ടേക്ക്, ഇനി വേറെ ആരെങ്കിലും വിളിക്കാം. അങ്ങനെ എത്രയോ പേര് ഇവിടെ ഉണ്ട്. അപ്പൊ അത് ചെയ്യുന്നില്ല. എന്നിട്ട് സിന്ധു ചോദിക്കുന്നത് അതല്ലേ ഹീറോയിസം എന്നാണ്. ഇങ്ങനെ ഹീറോയിസം കാണിക്കുന്നത് സിന്ധു, നിങ്ങൾ ഹീറോയിസം കാണിക്കും. നിങ്ങളുടെ ചാനലിലേക്ക് പുള്ളിനെ വിളിക്കുക, നിങ്ങൾ 3 പേരിൽ നിന്ന് നിശിതമായി ചോദ്യങ്ങൾ ചോദിച്ച് പുള്ളിനെ എന്ത് ചെയ്യും, തകർക്ക്. ഇനി അല്ലെങ്കിൽ പുള്ളിയുടെ ചാനലിലേക്ക് നിങ്ങൾ 3 പേര് ചെല്ലി ഞങ്ങളുടെ ചാനലിൽ കൂടി ലൈവായിട്ട് വിടണം എന്ന് പറഞ്ഞാൽ പുള്ളി സമ്മതിക്കുന്നേ. ഇല്ലെങ്കിൽ ഞാൻ പറയാം, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ പറയാം, ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ബന്ധങ്ങളൊന്നുമില്ല, പരിചയമൊന്നുമില്ല. ഞാൻ ഈ കേസ് വന്നപ്പോഴാണ് എന്ത് ചെയ്ത്, നേരത്തെ വിളിച്ചിട്ടുണ്ട്, 2-3 തവണ ആൻഡ്രോയിഡ് സംസാരിച്ചിട്ടുണ്ട് ഫോണിൽ, അത്രേ ഉള്ളൂ. പക്ഷെ അല്ലാതെ ഞാൻ അവിടെ നിന്ന് ഒരു ചായ മേടിച്ച് കുടിച്ചിട്ടുള്ള ഒരു നാരങ്ങ മിഠായി പോലും എന്ത് ചെയ്തിട്ടില്ല, കഴിച്ചിട്ടില്ല. ഞാൻ അവിടെ വേറെ അവരുടെ ഒരു ചീഫായിട്ടുള്ള ഒരാളെ കാണാൻ വേണ്ടി ചെന്നപ്പോ അവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ചായയും ഒരു പഴംപൊരിയും കഴിച്ചിട്ടുണ്ട്. അത് പുള്ളി കാശ് കൊടുത്തോടാ, ക്യാൻറ്റീനിൽ ഇരുന്ന് കഴിച്ചത്. ഞാൻ പറഞ്ഞ ഓഫീസിൽ നിന്ന് കഴിക്കാൻ, ഞാൻ പറഞ്ഞ വേണ്ട കുഴപ്പമില്ല, ക്യാൻറ്റീനിലേക്ക് വന്നു ക്യാൻറ്റീനിൽ വെച്ച്, കാരണം ഒരു ഒഫീഷ്യൽ രൂപം അതിന് വരണ്ടെന്ന് വെച്ചിട്ടാണ് എന്ത് ചെയ്തത്. നമ്മുടെ സുഹൃത്തായിരുന്നു, ഇപ്പൊ അവിടെ ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് അതിനു മുമ്പ് ഞാൻ നികേഷ് ഉള്ളപ്പിച്ചെന്നുണ്ട് അവിടെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന കാര്യം എന്ത്, ഇതാണ് ഹീറോയിസം, അതല്ലേ ഹീറോയിസം. ഒരു നോൺ ഡിസ്ക്ലോഷർ, ഒരു ഈ പറയുന്ന പോലെ ഒരു അങ്ങനെ ഒരു എഗ്രിമെന്റിൽ നോൺ ഡിസ്ക്ലോഷർ ആയിട്ടുള്ള ഒരു കോസ് ഉണ്ട്, അതങ്ങനെ ഒരു ഈ പറയുന്ന പോലെ വാദമുണ്ട് എന്ന് പറയുന്ന എഗ്രിമെന്റ് പുറത്തേക്ക് വിടാൻ പറയുന്നതിനേക്കാൾ ഭേദം നിങ്ങൾ എന്ത് ചെയ്യൂ, സംവാദത്തിന് തയ്യാറാവും. അല്ലാതെ 126 കോടി രൂപ ബും, പിന്നെ രണ്ടാമതൊരു ഗുണം കൂടിയിട്ട് എന്താണെങ്കിലും റേറ്റിംഗ് കൂടുമല്ലോ. വേണ്ട, റിപ്പോർട്ടറിൽ സംപ്രേഷണം ചെയ്യണ്ട, ഏഷ്യാനെറ്റിൽ മാത്രം സംപ്രേഷണം ചെയ്യും. സിന്ധു ഇരിക്കി, വിനു വി ജോൺ ഇരിക്കി, PG സുരേഷ് കുമാർ ഇരിക്കി. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആൻഡ്രോയെ തകർക്കാം. അല്ല സാർ, അങ്ങനെ ഒരു കാര്യത്തിന് അവർ മുതിരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ. മുതിർന്നില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല,
എനിക്ക് മുതിർന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ചർച്ച ചെയ്ത പറഞ്ഞാണ് ഇത് കാണാത്ത പോലെ നിൽക്കാം പോയിക്കോട്ടെ എന്ന് വിചാരിക്കുമെന്ന്. അതൊക്കെ നമുക്കറിയാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ സ്റ്റോറി വെല്ലുവിളിക്കുന്നത്. കഥകളുമായിട്ട് വരരുത്. ഇത് കവറുള്ള സ്റ്റോറിയോ കവറില്ലാത്ത സ്റ്റോറിയോ ആയിട്ട് വന്നിട്ട് അതല്ലേ ഹീറോയിസം എന്നൊക്കെ ചോദിക്കും. ഒന്നാമത്തെ കാര്യം ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു സൈഡ് കേട്ടുകൊണ്ട് മറ്റേ സൈഡ് കേൾക്കാതെ വാർത്ത കൊടുക്കുന്നതന്നെ ശരിയാ. തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ന്യൂസ് 18 മാത്രമാണ് പുള്ളിനെ വിളിച്ചിട്ടുള്ള ഒരു ബൈറ്റ് ചോദിച്ചിട്ടുണ്ടോ? കൊടുത്തേക്കണം, അല്ലെങ്കിൽ പുള്ളിയുടെ സൈഡിൽ നിൽക്കുന്ന ആരെങ്കിലും വിളിച്ചൊരു ബൈറ്റ് കൊടുത്തേക്കണം. കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അത്തരത്തില് ഇപ്പൊ മീഡിയ വൺ കാണിച്ചത് വളരെ ഗംഭീരമായിട്ടുള്ള പരിപാടിയാണ്. മീഡിയ വൺ എന്നെ ചർച്ചയ്ക്ക് വിളിച്ചു നിൽക്കാൻ. ഉം. അപ്പൊ അതിൽ മീഡിയ വൺ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ അതിൽ മീഡിയ വണ്ണിന്റെ അടക്കമുള്ള ആളുകൾ വളരെ റാഷണലായി യുക്തിപരമായിട്ടാണ് അത് ചർച്ച കൊണ്ടുപോയത്. അല്ലാതെ ഒരു ബയസ്ഡ് ആയിട്ടുള്ള കാര്യമില്ല. അതിൽ അജിംസ് എന്നോട് പറയുകയും ചെയ്തു, ഞാൻ കുറച്ചുകൂടി ഇതായപ്പോ രക്ഷ നമ്മളങ്ങനെ വാർത്ത കൊടുത്തിട്ടില്ല, അതിനെക്കുറിച്ചല്ല നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിനെക്കുറിച്ചല്ലല്ലോ, നമ്മൾ മൊത്തത്തിലുള്ള കാര്യത്തെ കുറിച്ചല്ല സംസാരിക്കണം, അല്ലാതെ മീഡിയ വൺ കൊടുത്ത വാർത്തയെ കുറിച്ച് മാത്രമല്ലല്ലോ. പക്ഷെ അജിംസ് എല്ലാം ഭംഗിയായിട്ട് പറഞ്ഞു. അജിംസ് തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞു അദ്ദേഹം ഒരേ എഫേർട്ട് ഇട്ടില്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, അദ്ദേഹത്തിന് 126 കോടി രൂപ കിട്ടും. കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് നമുക്കറിയാലോ മീഡിയ വന്റെ ഒഫീഷ്യൽ സ്റ്റാൻഡൊക്കെ എതിരായിട്ടുള്ള അഭിപ്രായമൊക്കെ അവർ പറഞ്ഞു. പ്രോപ്പർ ആയിട്ടുള്ള ചാനലിലല്ല, മറ്റേ പ്രൊസീജിയർ ലാപ്സസ് ഉണ്ടായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ട്, ഒക്കെ ഇത് കറക്റ്റ് തന്നെ. അതൊക്കെ ശരി, അതൊക്കെ പറയാനുള്ള എല്ലാ അവകാശവും അവർക്കുണ്ട്, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറയുന്നത് അവിടെ ഒരു ജെന്റിൽനെസ് ഉണ്ട്, ഒരു മാന്യത ഉണ്ട്. കാരണം എന്താണ്, മറ്റൊരു സൈഡ് കൂടി കേൾക്കാൻ ഒരാളെ വെച്ചിട്ടുണ്ടല്ലോ, വെച്ചു എന്ന് പറയുന്നത്. ഒരാളെങ്കിലും വെച്ചാൽ മതി. ഞാൻ പറഞ്ഞ ബാക്കി 3 പേരെ 4 പേരെ അപ്പുറത്ത് എന്ത് ചെയ്തോട്ടെ, വേണമെങ്കിൽ 5-6 പേരെ എന്ത് ചെയ്തോട്ടെ. പക്ഷെ പ്രശ്നം അതുപോലും കാണിക്കാതെ വന്നിട്ട് ഇതല്ലേ ഹീറോയിസം എന്നൊക്കെ എന്ത് ചെയ്യും. ഇത് ഹീറോയിസം അല്ല, ഇതാണ് ഭീരുത്വം. ഏത് കവർ സ്റ്റോറിയിൽ വന്ന് സിന്ധു ഇങ്ങനെ നിന്ന് പറഞ്ഞിട്ട് പോണു, അതുപോലെ ചാനൽ ചർച്ചയിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ വരൂ നമുക്ക് പാമ്പിനെ കൊല്ലാന്ന് പറഞ്ഞാൽ പാമ്പിന്റെ സൈഡ് കേൾക്കാതെ എല്ലാരും കൂടിയിട്ട് അടിക്കുന്നു. അതെങ്ങനെ ഹീറോയിസം? അപ്പൊ അതല്ല ഹീറോയിസം. ഞാൻ ഇവരുടെ മറ്റേ ചർച്ചകളെല്ലാം കണ്ടിട്ടില്ല, പക്ഷെ എനിക്ക് സിന്ധുവിനോട് പറയാനുള്ളത് ഇതാണ്. പിന്നെ സിന്ധു ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഏതാണ്ട് 20 മിനിറ്റിൽ ഇത് തീരും. അപ്പൊ ഈ 19ാമത്തെ മിനിറ്റില്, അതായത് ലാസ്റ്റ് എന്താണെങ്കിലും ഉള്ളപ്പോ 19ാമത്തെ ആണെന്ന് എനിക്ക് കൃത്യം ഓർമ്മയില്ല, 1 മിനിറ്റ് കൂടി ഉള്ളപ്പോ MDMA കേസിനെ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ചേർത്ത് വെച്ചു അതിനോട്. മനസ്സിലായി. MDMA കേസ് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ചേർത്ത് വെക്കുന്നുണ്ട്. അതായത് MDMA കേസിൽ സതീശൻ പറയുന്ന കാര്യങ്ങളൊന്നും അവകാശവാദങ്ങളൊന്നും എല്ലാം ശരിയല്ല എന്ന് പറയുന്നുണ്ട്. കൂടാതെ VD സതീശൻ വെളിപ്പെടുത്തേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. മറ്റേ ഇതിന്റെ വിമാന യാത്ര അടക്കമുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ മെസ്സി വിവാദം കൊണ്ടുവരുന്നത് ഇതൊക്കെ മറച്ചു വെക്കാനാണെന്ന് ആളുകൾ പറയുന്നത് ശരിയല്ല. മെസ്സി വിവാദം കൂടി അന്വേഷിക്കപ്പെടണമെന്നാണ്. അന്വേഷിച്ചു. പക്ഷെ മെസ്സിയേക്കാൾ ഗൗരവമുള്ള കാര്യമാണിത്. മെസ്സി വരാമെന്ന് പറഞ്ഞു, വന്നില്ല, ശരി, ഓക്കെ, അതിനുവേണ്ടി പുള്ളി 126 കോടി രൂപയ്ക്ക് വേറെ ഒരാളുടെ പണം പോലും നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ അതിനേക്കാൾ ഗുരുതരമായ ഗൗരവമുള്ള കാര്യമാണല്ലോ ഒരു മുഖ്യമന്ത്രി എന്ത് ചെയ്യുന്നത്, കോൺഗ്രസിന്റെ നിലപാട് മാറ്റിക്കൊണ്ട് PM-ശ്രീ നടപ്പാക്കുന്നതും വന്ദേ മാതരം കോൺഗ്രസിന്റെ ഇതിൽ പാടിയതും മുഖ്യമന്ത്രി നമ്മളോട് കള്ളം പറയുന്നു. അതിനേക്കാൾ ഗൗരവമുള്ള കാര്യമല്ലേ? ആന്റോ അഗസ്റ്റിനോ അല്ലെങ്കിൽ വേറൊരു മുതലാളിയോ ബിസിനസ്സുകാരനോ നമ്മളോട് ഇനി കള്ളം പറഞ്ഞു അല്ലെങ്കിൽ ഇവിടെ ഇത് ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞു, അതൊക്കെ ഈ നാട്ടിൽ പ്രൊസീജിയർ ലാപ്സസ് ഒക്കെ ഉണ്ടായി ചിലപ്പോൾ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തെന്ന് പറയുന്നതിൽ വലിയ പുതുമയൊന്നുമില്ലല്ലോ. ഉണ്ടോ? ഈ നാട്ടിലെ ബിസിനസ് ചെയ്യുന്ന ആളുകൾ മുഴുവൻ എത്തിക്കലി ധാർമ്മികമായി വലിയ ഉയർന്ന നിലവാരത്തിലുള്ളതായിരിക്കും. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാശി പിടിക്കാം. പക്ഷെ മുഖ്യമന്ത്രി ഏതാവണം നമുക്ക് വാശി പിടിക്കാം. കാരണം അദ്ദേഹം ഈ രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു പണവും ഉണ്ടാക്കാൻ താല്പര്യപ്പെടാതെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയും അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞ പ്രൊഫഷൻ പോലും വേണ്ടെന്ന് വെക്കുകയും അങ്ങനെ അദ്ദേഹം നമ്മളെ സേവിക്കാന്ന് പറഞ്ഞാൽ കഴിക്കാന്നുള്ള അർത്ഥത്തിലല്ല, ഞാൻ പറഞ്ഞത് നമ്മളെ സേവനം ചെയ്യാൻ വേണ്ടി അല്ല, അങ്ങനെ വിചാരിക്കും ആളുകൾ പെട്ടത്, സേവിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പൊ അങ്ങനെ ഇറങ്ങിയിട്ടുള്ള ഒരാൾ എന്തിനാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഒളി യാത്ര എന്ത് ചെയ്യുന്നത്, നടത്തേണ്ട ആവശ്യമില്ലല്ലോ. അത് നിങ്ങൾ അറിയണ്ട. 2-3 കാര്യങ്ങൾ. അതായത് എനിക്ക് ചോദിക്കാനുള്ളത്, സിന്ധുവിനോട് ചോദിക്കാനുള്ളത്, ഒന്ന്, ഇതിവിടെ പോയത് മംഗലാപുരത്ത് പോയത് എന്തിനാണെന്ന് ഓർമ്മയില്ല, അതിന്റെ പണം അടച്ചതാരാണെന്ന് ഓർമ്മയില്ല, ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള വരുമാനത്തിൽ നിന്നോ ഭൂമി ഇട്ടിട്ടോ അടച്ചാണെന്ന് പറഞ്ഞൊരു വാദം അദ്ദേഹത്തിന് പോലും ഇല്ല. ഓക്കെ. ഒന്ന്, റജീവ്കുമാർ എന്ന് പറയുന്ന ഒരാളായിട്ടാണ് അദ്ദേഹം പോയത്. അത് തന്നെ വലിയ, അദ്ദേഹം നേരത്തെ ഒരു സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള, അതായത് അമ്പലത്തിൽ സ്വർണ്ണം അടിച്ചു മാറ്റുന്ന കേസിൽപ്പെട്ടിട്ടുള്ള ഒരാളാണ്. ഇനി RSP നേതാവായിരുന്നു പണ്ട് എന്നാണ് എന്റെ അറിവ്. അതവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവിടെ പോയിട്ട് എന്തിനാണ് അദാനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറെയും വൈസ് പ്രസിഡന്റിനെയും കണ്ടത്? കർണാടകത്തിലെ ഗ്രൂപ്പ് പ്രസിഡന്റ് ആണ്. അതിന് ഇതേവരെ ചോദ്യത്തിന് ഉത്തരം ഇല്ല. ഏറ്റവും ഒടുവിൽ ഇതെല്ലാം പോട്ടെ, സിന്ധു നിങ്ങൾ പോലും ഉയർത്താത്ത കാര്യമുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ VD സതീശൻ എറണാകുളത്ത് വന്നപ്പോ
ആദ്യം പറഞ്ഞു അവര് പെട്ടെന്ന് പോയി കളയും, ഓടി വന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞു. അങ്ങനെ ഒരു മുഖ്യമന്ത്രി ചെല്ലാമോ? ഒരു മുഖ്യമന്ത്രി എന്ന കേരളത്തിന് മുഴുവൻ അഭിമാനമല്ലേ പോണത്. ഇന്ന് രാത്രി ഡിന്നർ മീറ്റിംഗിന് കാണാം എന്ന് പറഞ്ഞതിന് ശേഷം ഒരു പാർട്ടി വിളിച്ചിട്ടാണ് എനിക്ക് പെട്ടെന്ന് പോകണം, താൻ ഇങ്ങോട്ട് വന്ന് പറഞ്ഞ് വിളിക്കാൻ പറ്റുമോ? ഇല്ല. ഏതെങ്കിലും മുഖ്യമന്ത്രി വിളിക്കുവോ? വേണ്ട ജില്ലാ കളക്ടർ വിളിക്കുവോ? ഇല്ല. അപ്പൊ ഉറപ്പായിട്ടും എന്ത് ചെയ്യും? എത്ര കാശുകാരനാണെങ്കിലും മുഖ്യമന്ത്രി ചെല്ലേണ്ട ആവശ്യമില്ല. പക്ഷെ മുഖ്യമന്ത്രി ചെന്നു എന്നാണ് പറയണത്. രണ്ടാമത്തെ ദിവസം മുഖ്യമന്ത്രിയാണ് ഞാൻ അവിടെ ഉണ്ടായതുകൊണ്ട് കണ്ടുന്നില്ലെന്നാണ്. മറ്റത് പറഞ്ഞത് ഞാനവിടെ ചെന്നില്ലെങ്കിൽ പ്രശ്നമാണ്, കാരണം ഇവിടെ തമിഴ്നാട് കൂടി പിച്ച് ചെയ്തുകൊണ്ടിരിക്കണേ ഇങ്ങനെയാണെന്ന്. ഇനി ഇതെല്ലാം പോട്ടെ, ഏഷ്യാനെറ്റിനോട് പറഞ്ഞാ മുഖ്യമന്ത്രി ആരെ കണ്ടേന്ന്? മുഖ്യമന്ത്രി പറയണെന്താ? അത് പറയാൻ പറ്റില്ല, അത് പറയാൻ പറ്റില്ല, നിങ്ങളത് മുടക്കുമെന്ന്. അതായത് ഈ സിന്ധു സൂര്യകുമാറും മറ്റേ ബിനു വി ജോണും അതുപോലെ ബാക്കിയുള്ള മാധ്യമങ്ങളിലെ മാധ്യമ പ്രവർത്തകരെല്ലാരും കൂടി കേരളത്തിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് വന്നാൽ മുടക്കുന്നവരാണ്. ഏത് കല്യാണം മുടക്കികളെ പോലെ ഇൻവെസ്റ്റ്മെന്റ് മുടക്കുന്നവരാണ്. അപ്പൊ എനിക്ക് സിന്ധു സൂര്യകുമാറിനോട് ചോദിക്കാനുള്ളത്, ഹൗ മെനി ഇൻവെസ്റ്റ്മെന്റ്, എത്ര ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ ഇതുപോലെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്? എത്ര ഇൻവെസ്റ്റ്മെന്റ് മുടക്കിയിട്ടുണ്ട്? അപ്പൊ ഇടക്കൊക്കെ എന്ത് ചെയ്യണം? ഒരു 5 മിനിറ്റ് കൂടി നീട്ടിക്കോന്നാണ് ഞാൻ പറയുന്നത്. തിരക്കൊന്നും നമുക്കില്ലല്ലോ. ഏത് മുഖ്യമന്ത്രിയെ കാണാമെന്ന് ഇൻവെസ്റ്റർ അല്ല എന്ത് ചെയ്യാൻ, രാത്രി ഡിന്നറിന് കാണാന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇല്ല പറ്റില്ല എനിക്ക് പെട്ടെന്ന് പോകണം എന്ന് പറയാൻ നമ്മൾ പറയല്ല. നമ്മൾ സിന്ധുവിനോട് പറയണത് 19-20 മിനിറ്റിൽ ഇത് അവസാനിപ്പിക്കണ്ട, ഒരു 25 മിനിറ്റ് എടുത്തോ, ഞങ്ങൾ കണ്ടോളാം, ഞാൻ കണ്ടോളാം. മനസ്സിലായി? അപ്പൊ ഇത് എന്ത് 5 മിനിറ്റ് കൂടി എടുത്ത് കാര്യം പറ, കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ മെസ്സിയാണ്, മറ്റേ മെസ്സി വരാത്തതാണ്, ആൻഡോയെ പിടിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നൊന്നും വിചാരിച്ചുള്ളത്. പിന്നെ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ നമുക്ക് മനസ്സിലാവും, കാരണം വേറൊരു ചാനലും ഏഷ്യാനെറ്റിന്റെ അടുത്തേക്ക് എത്തിയിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഏതാണ്ട് എനിക്ക് തോന്നുന്നത് യൂട്യൂബിന്റെ വ്യൂവേഴ്സ് ഇപ്പൊ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏഷ്യാനെറ്റിന്റെ അടുത്തോ അല്ലെങ്കിൽ മുകളിലേക്കോ ഒക്കെ എത്താനുള്ള സാധ്യത റിപ്പോർട്ടറിന് കാണുന്നുണ്ട്. അവർ ഭയങ്കരമായി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്തൊക്കെ തെറ്റുകൾ അവർക്ക് പറ്റാറുണ്ട്, ചില പ്രവണതകൾ നമ്മൾ അവരെ വിമർശിച്ചിട്ടുണ്ട്, അതൊക്കെ പറയാറ്. പക്ഷെ അവർ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അവർ കുറച്ചുകൂടി അഗ്രസീവാണ്. അവർ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഏഷ്യാനെറ്റ് ഒരു വെല്ലുവിളിയായി മാറിയിട്ടുണ്ട്. മനോരമക്ക് ഒരു വെല്ലുവിളിയായി മാറിയിട്ടുണ്ട്. കാരണം മനോരമയെ സംബന്ധിച്ച് പഴയ പോലെ വാർത്ത ആളുകൾ അങ്ങോട്ട് മനസ്സിലേക്ക് എടുക്കുന്നില്ല. കാരണം അതിന്റെ മറ്റൊരു സൈഡ് ഇപ്പൊ റിപ്പോർട്ടറിലൂടെ കേൾക്കാം. അപ്പൊ ആളുകൾ ഇവർ ഈ കോൺഗ്രസിന്റെ പ്രവർത്തകരൊക്കെ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പൊ ഞങ്ങള് കൈരളിയെയും ബാക്കിയുള്ളവരെയൊന്നും ഉപദ്രവിക്കുന്നില്ലോ എന്നാണ്. കൈരളിയൊന്നും നിങ്ങൾ ഉപദ്രവിക്കേണ്ട ആവശ്യമില്ല, കാരണം വെച്ചാൽ അത് കുറച്ചു പേരിലേക്ക് എന്ത് ചെയ്തുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും വലിയ വിലങ്ങ് തടി എന്ന് പറയുന്നത് നിങ്ങളുടെ ആശയ പ്രചരണത്തിന് നിങ്ങൾ വി ഡി സതീശനെ ക്യാപ്റ്റനാക്കാൻ വേണ്ടി ബിനു വി ജോൺ ഒരു 6 മാസം മുമ്പ് ഒരു ഇന്റർവ്യൂ നടത്തി. അപ്പൊ അത്തരത്തിൽ നിങ്ങളുടെ അജണ്ടകൾ നടപ്പിലാക്കുന്നതിൽ നിങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് വിലങ്ങ് തടിയായി നിൽക്കുന്നത് ഇപ്പൊ എന്താണ്? റിപ്പോർട്ടറാണ്. അത് അദ്ദേഹത്തിന്റെ ഇതിനു മുമ്പ് മരം മുറിച്ച് അത് കേസൊക്കെ നിങ്ങൾ പറഞ്ഞു, അതിനൊന്നും കുഴപ്പമില്ല, കാരണം അത് ഗവൺമെന്റ് കേസെടുത്താണ് അവർക്ക് റിപ്പോർട്ട് ചെയ്യാം. പക്ഷെ ഇതിൽ പറയുമ്പോ ദ അതർ സൈഡ് ഷുഡ് ബി ഹേർഡ് എന്ന് പറയുന്ന ഒരു ബേസിക്, വളരെ ബേസിക് ആയിട്ടുള്ള, വളരെ മിനിമൽ ആയിട്ടുള്ള, സിന്ധു സൂര്യമാന്റെ അത്രയൊന്നും നമുക്കൊന്നും അറിവില്ലല്ലോ. പക്ഷെ അത്തരത്തിലുള്ള വളരെ ചെറിയൊരു അറിവ് വേണ്ടേ സിന്ധു? വേണ്ടേ? വേണം. അപ്പൊ അതുകൊണ്ട് സിന്ധു ആരോടെങ്കിലും, ഞാൻ പറഞ്ഞ അവിടുത്തെ ട്രെയിനിങ് ജേർണലിസ്റ്റിനോടെങ്കിലും ചോദിച്ചിട്ട് കാര്യം പറ, ഇതേ ശരിയാ, നമ്മൾ രണ്ട് സൈഡും കേൾക്കണമെന്നല്ല എന്ത് ചെയ്തേക്കണം. നമ്മളിപ്പോ ഏത് കൊള്ളക്കാരന്റെയോ വാചക വാർത്ത കൊടുക്കുമ്പോ അവന്റെ ഒരു സൈഡ് എന്ത് ചെയ്യാറുണ്ടല്ലോ, അത് പുള്ളി ഇങ്ങോട്ട് ഓഫർ ചെയ്യാണ്. എന്നിട്ട് പുള്ളിയോട് പറയണേ നിങ്ങൾ എന്ത് ചെയ്ത് നോൺ ഡിസ്ക്ലോഷർ ക്ലോസുകളുള്ള ഒരു എഗ്രിമെന്റ് അങ്ങനെ തന്നെ പുറത്തുവിട്ട് ഹീറോയിസം കാണിക്കുന്നൊക്കെ എന്ത് ചെയ്യും? ന്യായമാണോ സിന്ധു മേഡം എന്ന് മാത്രമേ എനിക്ക് എന്ത് ചെയ്യാനാണ് ചോദിക്കാൻ. മനസ്സിലായ? അല്ലെങ്കിൽ സിന്ധു മേഡത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മറ്റേ കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞ പോലെ മുഖ്യമന്ത്രി അടിയുണ്ടായപ്പോ ഗംഭീരമായിട്ടുള്ള ഒരു എപ്പിസോഡ് ചെയ്യുന്നു. ദൈവമേ, ഇത്രയും ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ് അടികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഇത്രയും സൗന്ദര്യം ജനാധിപത്യത്തിന് കൊടുക്കല്ലേ എന്നുള്ളത് എന്ത് ചെയ്തു സിന്ധു സൂര്യകുമാർ പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, സത്യം പറഞ്ഞാൽ അത് മാധു പറഞ്ഞിട്ടാണ് ഞാൻ ഒരു തവണ ശ്രദ്ധിക്കുന്നത് ഈ മീറ്റ് ദ എഡിറ്റേഴ്സ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ എപ്പിസോഡ് പിന്നെ എടുത്ത് ഒന്നുകൂടി കണ്ടു. പിന്നെ അല്ല, ഞാൻ മുഴുവൻ കണ്ടില്ലായിരുന്നു. അപ്പൊ ഞാനത് കണ്ടു, അത് ഗംഭീരമായിട്ട്. പക്ഷെ എനിക്ക് ഇപ്പോഴേ പറയാനുള്ളത്, ഇത്ര ഹീറോയിസം സിന്ധു സൂര്യകുമാറിന് കൊടുക്കില്ലേ എന്നാണ് ദൈവമെന്ന്.